നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം. അവിടാണല്ലോ ഏറ്റവും ആദ്യം കലാശക്കുട്ടിന്റെ ആ രസക്കാഴ്ചകൾ തുടങ്ങിയത്. അപ്പൊ നോക്കാം, നമുക്ക് ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്തെ കാഴ്ചകൾ അത് വ്യത്യസ്തമായിരുന്നു, വിഭിന്നമായിരുന്നു അല്ലേ? പല രീതിയിലുള്ള വെറൈറ്റി ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടു. പേരൂർക്കടയിൽ ഇനി എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ക്രെയിനുകൾക്ക് ഡിമാൻഡ് കൂടും എന്നാണ് ഇന്നത്തെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഷഫീദൊക്കെ റിസ്ക് എടുത്ത് പലതിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ടൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നല്ല ദൃശ്യങ്ങൾ സമ്മാനിച്ചത്. അത് ഭയങ്കര രസമായിരുന്നു. ഷഫീദ്, ഇത്തവണയും പേരൂർക്കട പതിവ് തെറ്റിച്ചില്ല അല്ലേ? വിജയകുമാർ, പ്രജിൻ, തീർച്ചയായിട്ടും. കാരണം വലിയൊരു ആവേശക്കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. ഏതാണ്ട് 3 മണിക്കൂർ ഇപ്പോഴും നമുക്ക് ആ ശബ്ദമുണ്ടാകുക, ശബ്ദ കോലാഹലങ്ങളുടെ ഒരു കാര്യം, അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ തലച്ചോറിൽ നിന്ന് പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയധികം ദിവസം കിട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, അപ്പോൾ അത്രയധികമൊന്നും ആവേശത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ 2 മണി കഴിഞ്ഞപ്പോഴേക്കും പേരൂർക്കടയിലെ ചിത്രം പൂർണ്ണമായും മാറി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 3 മുന്നണികളും, പ്രത്യേകിച്ച് ഇക്കുറി BJP കുറച്ചുകൂടി ആവേശത്തോടു കൂടി, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള അവരുടെ ആവേശം പ്രകടിപ്പിച്ചു, അവരുടെ പ്രസൻസ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അതിനുമപ്പുറത്തേക്ക് പതിവ് പോലെ പേരൂർക്കടയിൽ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പേരൂർക്കട വലിയ ആവേശത്തിന്റെ ഒരു സ്ഥലമായി മാറാറുണ്ട്. അത് ഇക്കുറിയും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കൗതുക കാഴ്ചകളും ഇന്ന് നമ്മൾ പേരൂർക്കടയിൽ കണ്ടു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ആദ്യം, അതായത് 2:30 പ്രവർത്തകരൊക്കെ എത്തുന്നു. അവർ കൊടിതോരണങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് പേരൂർക്കട ജംഗ്ഷനിൽ സജീവമാകുന്നു. ശേഷം ആദ്യം കളത്തിലേക്ക് എത്തുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രനെ ഒരു കിരീടമൊക്കെ ചൂടിയിട്ടാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. പിന്നാലെ എത്തിയത് ശശി തരൂരാണ്. അത് നമുക്ക് അറിയാവുന്ന പോലെ അച്ചൂമന്റെ ഒപ്പമാണ് ശശി തരൂർ എത്തി. ശശി തരൂർ എത്തി ആദ്യം തുറന്ന വാഹനത്തിലെത്തുന്നു. അതിനുശേഷം പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ക്രെയിനിലേക്ക് കയറ്റുന്നു. ശേഷം ക്രെയിനിന് മുകളിലേക്കുള്ള ഒരു ആകാശ കാഴ്ച സമ്മാനിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും അവിടേക്ക് എത്തുന്നു, കളം പിടിക്കുന്നു. ആദ്യം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു, പിന്നാലെ ക്രെയിനിലേക്ക് കയറുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു ആകാശ കാഴ്ചയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖറിന്റെ ചിത്രത്തിലേക്ക് ആകാശത്ത് നിന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ പാലഭിഷേകം നമ്മൾ കണ്ടു. അതിന് പിന്നാലെ പെരുമഴയത്തും ആകാശക്കാഴ്ചയായി ശശി തരൂരും അതേപോലെ തന്നെ അച്ചൂമൻ മാറുന്നത് നമ്മൾ കണ്ടു. പ്രവർത്തകരാരും പേരൂർക്കടയിൽ പെരുമഴ പെയ്തപ്പോഴൊന്നും പിരിഞ്ഞുപോയില്ല. അവർ അത്യന്തം ആവേശത്തോടു കൂടി പേരൂർക്കടയിൽ തുടർന്നു എന്നുള്ളതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. 6:03 പേരൂർക്കടയിലെ എല്ലാവിധത്തിലുള്ള ആഘോഷ പരിപാടികളും അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് ആളുകൾ മടങ്ങി തുടങ്ങിയത്. അപ്പോഴും ചെറിയ രീതിയിലേക്കുള്ള ഉന്തും തള്ളും, സംഘർഷങ്ങളും ഒക്കെ വിയോജിപ്പുകളുടെ ഭാഗമായി പേരൂർക്കടയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതും ഇന്നത്തെ കാഴ്ചയാണ്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശക്തമായ ത്രികോണ പോര് നമ്മൾ കണ്ടതാണ്. അത് കൊട്ടിക്കലാശത്തിലും ഉറപ്പായും ഉണ്ടായി. 3 മുന്നണികളും അവരുടെ ശക്തി പ്രകടിപ്പിച്ചു, അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മളൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കും മേൽക്കൈയില്ല. ആര് വാഴും ആര് വീഴും എന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സസ്പെൻസ് എലമെന്റ് തിരുവനന്തപുരത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരി ഷഫീദ്, അത് ഉറപ്പാണ്. അങ്ങനെ ആർക്കും പിടികൊടുക്കുന്നില്ല ഇത്തവണ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷഫീദ, തിരക്കിനിടയിൽ ആ കയ്യിലുണ്ടായ കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് പോയില്ലല്ലോ അല്ലേ? ഇല്ല, അതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ മഴയാണ് കുഴപ്പിച്ചത്. മഴ കാരണം പൂർണ്ണമായി നനയേണ്ടി വന്നു. മൊബൈൽ ഫോണുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രജിത്ത്, മഴ ലഭിച്ച രാവിലെ തൊട്ട് ഇന്നത്തെ കലാശക്കുട്ട് കാഴ്ചകൾ കാണാൻ നെട്ടോട്ടമായിരുന്നു ശരിക്കും അല്ലേ? നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എല്ലാവരും ടയർഡാണ്. ആലത്തൂരിനെ അവഗണിച്ചോ എന്നൊരാൾ ചോദിക്കുന്നുണ്ട് എന്നോട്. പക്ഷെ ആലത്തൂരിനെ അവഗണിച്ചില്ല എന്ന് തന്നെ. ആലത്തൂർ നമ്മൾ വിശദമായി എടുത്തു. ആ സമയത്ത് ആലത്തൂരിൽ രമ്യ ഹരിദാസ് വരുന്ന സമയത്ത് തെലങ്കാന ഉപമുഖ്യമന്ത്രി അതിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വിശദമായി കാണിച്ചിരുന്നു അല്ലെ? ഒരു മണ്ഡലത്തെ അവഗണിച്ചില്ല. എല്ലാ മണ്ഡലത്തിലും വായിക്കട്ടെ. തലയിടിക്കില്ലല്ലോ. മിനി ബാബു എന്നൊരു പ്രേക്ഷക പറയാണ്, വിജയകുമാർ സാർ നിങ്ങളൊരു സംഭവമാണ്. 24 ഒരു മുതൽക്കൂട്ടാണ്. സൂപ്പർ ജോലിയിലുള്ള ഡെഡിക്കേഷൻ. അതായത് താങ്ക് യു. മിനി ബാബു. ഓക്കെ.